നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും ഇലക്ഷന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്രത്തിൽ മറ്റൊരു ബദലില്ല എന്ന് NDAക്ക് തന്നെ അറിയാം. 400 സീറ്റ് കിട്ടും എന്ന ഉറച്ച പ്രഖ്യാപനം, ഉറച്ച ആത്മവിശ്വാസം BJP പങ്കുവെക്കുന്നുണ്ട്. മറുവശത്ത് രൂപപ്പെട്ട സഖ്യം പൊളിക്കാനായതിൻ്റെ സന്തോഷവും BJPക്കുണ്ട്. രാഹുൽ ഗാന്ധിയുടെയും നിതീഷിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യ സഖ്യം തുടക്കത്തിലെ തന്നെ പാളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഖ്യത്തിൽ നിന്നും സഖ്യം നയിച്ചിരുന്ന നിതീഷ് കുമാർ ആദ്യം തന്നെ NDAയിലേക്ക് എത്തി. പിന്നാലെ പലരും എത്താനായി കാത്തു നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ നെഹ്റു കുടുംബത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ കമൽനാഥും ഇപ്പോൾ കോൺഗ്രസ് വിടും എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഏതായാലും കേരളത്തിലെ അവസ്ഥ നോക്കിയാൽ കേരളത്തിലും വലിയ വിജയപ്രതീക്ഷയിലാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഒപ്പം BJPയും. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത്. ആ സീറ്റിൽ നിന്ന് ഒന്നു കൂടിയാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കഴിഞ്ഞ തവണ നേടിയ വിജയം ആവർത്തിക്കാൻ കഴിയുമോ എന്ന സംശയം ഇല്ലാതെയില്ല. BJPയും നല്ല വിജയപ്രതീക്ഷയിലാണ്. 2 സീറ്റെങ്കിലും ഉറപ്പായും ലഭിക്കുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. 5 സീറ്റ് വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നെങ്കിലും 2 സീറ്റ് ഉറപ്പായും ലഭിക്കുമെന്ന് പറയുന്നു. അതിലൊന്ന് തൃശ്ശൂരും മറ്റൊന്ന് തിരുവനന്തപുരവുമാണ് എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നു. തൃശ്ശൂരിൽ ഏതാണ്ട് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച മട്ടാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും വാദപ്രതിവാദങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ സീറ്റുകൾ നേടിയ ഒരു സംസ്ഥാനമായിരുന്നു കേരളം. വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ LDFനെ സംബന്ധിച്ച് ഒരു സീറ്റ് മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. LDFന് ഇപ്പോൾ മറ്റൊരു പ്രശ്നമുള്ളത് സർവത്ര അഴിമതി ആരോപണങ്ങൾ, ഒപ്പം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും ഒക്കെ ഉൾപ്പെട്ട കേസുകൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ഒക്കെ ചർച്ചാ വിഷയമാവുകയാണ്. ഏതായാലും കേന്ദ്രം രാഷ്ട്രീയപരമായ പക തീർക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ചില ക്യാപ്സൂളുകളൊക്കെ വിതറി മുന്നേറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കോടതിയുടെയും അതുപോലെ തന്നെ SFI അന്വേഷണവും ഒക്കെ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇന്നലെ വീണ കോടതിയിൽ പോയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. അന്വേഷണം തുടരാനും രേഖകൾ കൃത്യമായി സമർപ്പിക്കാനും കൂടി കോടതി പറഞ്ഞതോടുകൂടി ഈ വിഷയത്തിൽ പിണറായി വിജയൻ പ്രതിരോധത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ തന്നെയാണ് ചർച്ചയാവുന്നത്. ആ ചർച്ചയാവുമ്പോഴും കോൺഗ്രസിന് എത്രമാത്രം ഇത് വോട്ടാക്കാൻ കഴിയും എന്ന ആശങ്കയും നിലനിൽക്കുന്നു. കോൺഗ്രസിന് CPMനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ CPMന് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അത് മറികടക്കാൻ കഴിയും. പക്ഷെ കോൺഗ്രസിന് അങ്ങനെ ഒരു സംവിധാനമില്ല. മാത്രവുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബദൽ സംവിധാനം, അതായത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നത് കൊണ്ട് കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ നൽകി വിജയിപ്പിച്ച സംസ്ഥാനം കൂടിയാണ് കേരളമെന്ന് പറയേണ്ടി വരും. മാത്രമല്ല, രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി മത്സരിക്കുകയൊക്കെ ചെയ്തതോടുകൂടി ചില മാറ്റങ്ങൾ അത് നമ്മൾ കണ്ടതാണ്, ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ഒരു അസ്ഥികൂടം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രത്തോളം കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിയുമെന്ന പ്രശ്നം നിൽക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിനെയും പ്രശംസിച്ചുകൊണ്ട് നിരവധി പേർ കേരളത്തിലടക്കം മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോഴും ജാതിയും വർഗീയ സമവാക്യങ്ങളും ഒക്കെ തന്നെയാണ് കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും BJPക്ക് വിജയം കൈവരിക്കാൻ കഴിയാതെ വരുന്നതും. എന്നാൽ ഇത്തവണ 2 സീറ്റിലെങ്കിലും മത്സരിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസം BJP കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. 5 സീറ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും 2 സീറ്റെങ്കിലും വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരു നല്ല സ്ഥാനാർത്ഥിയെ വേണം. അതുകൊണ്ട് തന്നെ അത് കേന്ദ്ര നേതൃത്വം നല്ലൊരാളെ തരണം എന്ന ആവശ്യം കേരളത്തിലെ BJPക്കാർ പോലും ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരം നിങ്ങൾ നോക്കേണ്ടതില്ല. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആരാണെന്ന് കേന്ദ്രം തീരുമാനിച്ചോളുമെന്ന് വളരെ കൃത്യമായ സന്ദേശവും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും BJPക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനി ആരായിരിക്കും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എന്നതിനെ ചൊല്ലിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തർക്കങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാകും BJP സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അതിൽ ശശി തരൂരിനും അതുപോലെ തന്നെ NK പ്രേമചന്ദ്രനോ പോലും സാധ്യത കൽപ്പിക്കപ്പെട്ടാൽ അതിൽ സംശയിക്കപ്പെടേണ്ടതില്ല. കാരണം NK പ്രേമചന്ദ്രൻ ഇപ്പോൾ പറയുന്നുണ്ട്, NK പ്രേമചന്ദ്രൻ പാർട്ടി മാറുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശശി തരൂരും പറയുന്നുണ്ട്. പക്ഷേ
കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ കോൺഗ്രസ്സിന് ഇനിയൊരു ഭാവിയുണ്ടെന്ന് കോൺഗ്രസ്സിൽ നിൽക്കുന്ന ആരും തന്നെ വിശ്വസിക്കുന്നില്ല. ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് ഭാവിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറുകണ്ഠം ചാടി എല്ലാവരും BJP-യിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യം കൂടിയാണ്. ഏതായാലും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനോ ശശി തരൂരോ എന്ന സംശയം സാധാരണക്കാരെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. അതിനുമപ്പുറം ISRO ചെയർമാൻ സോമനാഥിന്റെ അടക്കമുള്ള പേരുകളും പരിഗണിക്കുന്നുണ്ട് എന്ന സൂചനകൾ ലഭ്യമാകുന്നു. എന്നാൽ കേന്ദ്രമന്ത്രിസഭയിലെ ഇമേജുള്ള മന്ത്രിമാരാരെങ്കിലും S ജയശങ്കർ അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ തിരുവനന്തപുരത്തേക്ക് മത്സരത്തിനെത്തിയേക്കുമോ എന്ന സൂചനകളും വരുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആരായാലും നരേന്ദ്രമോദിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായിരിക്കും, കേന്ദ്രത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിരിക്കും. കേന്ദ്രം പറയുന്നതനുസരിച്ച് വളരെ കൃത്യമായി കേന്ദ്രം നൽകുന്ന, സാധാരണഗതിയിൽ സംസ്ഥാനത്ത് നിന്ന് ലിസ്റ്റ് കൊടുക്കും, സാധാരണഗതിയിൽ സംസ്ഥാനത്ത് നിന്ന് ഒരു ലിസ്റ്റ് കൊടുക്കും. ആ ലിസ്റ്റിൽ പ്രയോറിറ്റി അനുസരിച്ചും കേന്ദ്രം നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചും ഒക്കെ തന്നെയാണ് BJP-യുടെ സംഘടനാ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതും. അത് പബ്ലിഷ് ചെയ്യുന്ന പോലും ഡൽഹിയിൽ നിന്നായിരിക്കും. പക്ഷേ ഈ തിരുവനന്തപുരത്തെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു ടെൻഷനും എടുക്കണ്ട, കേന്ദ്രം തീരുമാനിച്ചോളും എന്ന് നരേന്ദ്രമോദി പറഞ്ഞതായാണ് സൂചനകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നത് ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ്. ശശി തരൂർ കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഘപരിവാർ അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, ഇത്തവണ മത്സരിക്കാനുള്ള ഒരു വെപ്രാളം ശശി തരൂർ കാണിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാതെ ഒരുപക്ഷെ NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ശശി തരൂർ വരുമോ എന്ന ചോദ്യം പോലും എല്ലാവരും ചോദിക്കുന്നത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും ജയ് ശ്രീറാം മുഴക്കിയതും ഒക്കെ ശശി തരൂർ ആ രീതിയിൽ സംസാരിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ആരായിരിക്കും കേന്ദ്രത്തിന്റെ ഈ സർപ്രൈസ് സ്ഥാനാർത്ഥി എന്നത് കാത്തിരിക്കുകയാണ് കേരളത്തിലെ BJP പ്രവർത്തകരും ജനങ്ങളും ഒന്നടങ്കം.